നാട്ടുക വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. ചെത്തല്ലൂർ മാമ്പ്ര പാടശേഖരത്തിൽ പന്നിശല്യത്തിന് അറുതിയായി. ഏകദേശം 15ഓളം ഏക്കർ സ്ഥലത്ത് സോളാർ വേലി നിർമ്മിച്ചതിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം നിർവഹിച്ചു. തച്ചനാട്ടുക ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, ചെത്തല്ലൂർ പാടശേഖരം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 2023-24 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് വന്യമൃഗശല്യത്തിന് പരിഹാരമായി സോളാർ വേലി സ്ഥാപിച്ചിട്ടുള്ളത്. സോളാർ വേലിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന മുരളി അധ്യക്ഷത വഹിച്ചു. വികസന സ്ഥിരം സമിതി ചെയർമാൻ P. മൻസൂർ അലി മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. വാർഡംഗം P. രാധാകൃഷ്ണൻ മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർമാരായ ഇല്യാസ് കുന്നുംപുറം, ബിന്ദു, കൃഷി ഓഫീസർ ഫൈബി മോൾ, ചെത്തല്ലൂർ പാടശേഖര സമിതി പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി നാലകത്ത് മുഹമ്മദ് അലി, വാരി ജാക്ഷൻ, കൃഷി അസിസ്റ്റന്റ് സമദ് എന്നിവർ പങ്കെടുത്തു. മാമ്പ്ര പാടശേഖരത്തിലെ 24ഓളം ഉപഭോക്താക്കളാണ് ഈ പദ്ധതിക്ക് കീഴിലുള്ളത്. ആ മേഖലയിൽ നിന്ന് പതിയെ പതിയെ പിന്മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒരു കാലത്ത് ഏറ്റവും നന്നായി പ്രത്യേകിച്ച് നെൽകൃഷിയും മറ്റും ചെയ്തിരുന്ന ആളുകൾ അതിൽ നിന്ന് പിന്മാറി ആ വയലുകളിലൊക്കെ ഒരു നിലക്ക് നമുക്ക് മറ്റൊരു രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ള കവുങ്ങിലേക്കും മറ്റൊക്കെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്നു. ഏറെ സങ്കടകരമായ ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ഞങ്ങൾക്കത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ലാഭമുണ്ടായിട്ടില്ലെങ്കിൽ കൂടി നഷ്ടം വരാതിരിക്കാൻ ഉള്ള സാഹചര്യമെങ്കിലും ഉണ്ടെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് എത്രയോ കർഷകർ, എത്രയോ ആളുകളുടെ സംസാരം നമ്മൾ പല സന്ദർഭങ്ങളിൽ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ സഹായിക്കാൻ കഴിയുക എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗുണഭോക്തൃ വിഹിതം അത് ചേരുന്നുണ്ട് എങ്കിൽ കൂടി പദ്ധതിയുടെ ഭാഗമായി വന്യമൃഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സോളാർ വേലി നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി പദ്ധതി നമ്മൾ തുടങ്ങുകയും അതിന്ന് അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഇവിടെ ഈ പാടശേഖര സമിതിയിൽ ചെറുതെങ്കിലും ഇതുകൊണ്ട് എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ള അവകാശം അതൊന്നും ആർക്കും ഇല്ല. പക്ഷെ എങ്കിലും സാധ്യമായ രീതിയിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിന് എന്താണോ ചെയ്യാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ തരത്തിലുള്ള ഒരു ഉത്തരം നൽകലായിട്ട് മാത്രമാണ് ഇതിനെ നമ്മൾ തീർച്ചയായിട്ടും കാണുന്നത്. ഏകദേശം 15ഓളം ഏക്കർ സ്ഥലത്താണ് സോളാർ വേലി സ്ഥാപിച്ചിട്ടുള്ളത്. 2,80,000 രൂപയാണ് മൊത്തം ചെലവ് വന്നിട്ടുള്ളത്. ഇതിൽ 50% ഗ്രാമപഞ്ചായത്തും ബാക്കിയുള്ള 50% കർഷകരുമാണ് നൽകേണ്ടത്. തുടർ നടപടികൾക്കായി സൗരോർജ്ജ വേലി സംരക്ഷണത്തിനായി പ്രത്യേക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. പന്നി കയറി നശിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പന്നി നശിപ്പിക്കാത്ത ഒരു കൃഷിയും, ചേമ്പ്, ചേന, നെൽകൃഷി, വാഴ തുടങ്ങിയിട്ടുള്ള എല്ലാ കൃഷികളും പന്നിയുടെ ശല്യത്തിന് ഇരയായിട്ട്. അപ്പോൾ അതിന് കുറേ കാലമായി നമ്മൾ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലും ഒക്കെ കർഷകരുടെ പരാതി ഈ പന്നി ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ദുർലഭം ചില പഞ്ചായത്തുകളിൽ മാത്രമാണ് ഈ പന്നികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു സൗരവേലി എന്നുള്ള ആശയം നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ ദുർലഭം ഒരു പഞ്ചായത്താണ് നമ്മൾ ശ്രീശ്വരം പഞ്ചായത്ത് നടപ്പാക്കി.
അപ്പം അത് ഈ തച്ചാട്ട് പഞ്ചായത്തിൽ അതിൻ്റെ തുടക്കം കുറിക്കാൻ, ഈ വാർഡിൽ അത് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.